നമ്മൾ അച്ഛനമ്മ എന്ന് വിളിക്കുന്നവർ നമ്മുടെ സ്വന്തം അച്ഛനമ്മയാണെന്നുള്ളതിന് എന്ത് പ്രൂഫാണുള്ളത്? നിങ്ങൾ ചിലപ്പോൾ പറയായിരിക്കും എനിക്ക് അച്ഛൻ്റെ മൂക്കാണ്, അമ്മയുടെ സ്വഭാവമാണെന്നൊക്കെ. പക്ഷേ കുറച്ച് സ്റ്റഡീസ് അനുസരിച്ച് ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഒരുപാട് കാലം ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ അവർക്ക് ഫേഷ്യൽ സിമിലാരിറ്റീസും ബിഹേവിയറൽ സിമിലാരിറ്റീസും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതും അങ്ങനെ ആയിക്കൂടെ? ചെറുപ്പം മുതൽ ഞാനാണ് നിൻ്റെ അമ്മ, ഞാനാണ് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതല്ലാതെ വേറെ എന്ത് പ്രൂഫാണ് നമ്മുടെ കയ്യിലുള്ളത്? ഇപ്പം നിങ്ങൾക്ക് ഇത്രയും കാലം കണ്ണടച്ച് വിശ്വസിച്ചൊരു കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടെങ്കിലും വന്നിട്ടുണ്ടാവും. ഇനി വന്നാലും ഇല്ലെങ്കിലും ഞാൻ പറയാൻ വന്നത് ഇതാണ്: നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഇനി വിശ്വസിക്കുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ട്? നിങ്ങൾ ആ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തു, എന്തുകൊണ്ട് ആ പാർട്ടിക്ക് വോട്ട് ചെയ്തു, മറ്റേ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല? അപ്പോൾ ഇങ്ങനെയുള്ള ബിലീഫ്സിന് സ്വയം ചോദ്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത്രയും കാലം വിശ്വസിച്ചതിന് ഒരു അടിസ്ഥാനം പോലും ഇല്ലയെന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ നമ്മളോട് പറയും സന്ധ്യയ്ക്ക് ശേഷം നഖം വെട്ടരുതെന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിച്ചാൽ പോലും അവർക്കറിയില്ല. അവർ പറയും നല്ലതല്ല, ബാഡ് ലക്കാണെന്നുള്ള കാര്യങ്ങൾ. പക്ഷെ അതൊന്നുമല്ല കാരണം. പണ്ട് കാലങ്ങളിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ നഖം വെട്ടിക്കഴിഞ്ഞാൽ കയ്യിലോ കാലിലോ മുറിവ് വരാൻ പറ്റും. ആ ഒരു കാരണം കൊണ്ട് അവർ എല്ലാവരോടും പറയും സന്ധ്യയ്ക്ക് ശേഷം നഖം വെട്ടരുതെന്നുള്ളത്. പക്ഷെ അതിങ്ങനെ തലമുറകളായി കൈമാറി വന്ന് എന്തിനാണ് അവർ വിശ്വസിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. ഓരോ ബിലീഫിനെയും ചോദ്യം ചെയ്യുക, അതിനുള്ള പ്രൂഫ് കണ്ടെത്തുക, എന്നിട്ട് മാത്രം വിശ്വസിക്കുക.